ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയോ ചിക്കനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി എടുക്കാം, അല്ലെങ്കിൽ മൈദ എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. അതോടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് വേണമെന്നില്ല, എന്നാലും ഇതുപോലൊരു മാവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കാം. ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഒരു വലിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടെ ചേർക്കുന്നുണ്ട്. സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യാരറ്റോ ക്യാബേജോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമാണ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാരറ്റൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാലയോ വേറെ ഏതെങ്കിലും മീറ്റ് മസാലയോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങുമായിട്ട് നമ്മുടെ മസാലയ്ക്കായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്ന് വട്ടത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് കനം കുറക്കണ്ട, കുറച്ചൊരു കട്ടിയിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതുപോലെ വട്ടത്തിൽ പരത്തിയെടുത്ത ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു ഫില്ലിംഗ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്ത ശേഷം നമുക്കൊരു ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ അറ്റം നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അറ്റം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഫില്ലിംഗ് വെച്ചിട്ട് റെഡിയാക്കിയിട്ടെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ വട്ടത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തൊട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുമ്മാ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. ഇതാകുമ്പോൾ എളുപ്പമാണ് കുറച്ചുകൂടെ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഫോർക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്കിതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ മുട്ട വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ വേണമെങ്കിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. മുട്ട ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. മുട്ടയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുട്ട എടുത്തു എന്നേ ഉള്ളൂ. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം പുറമേ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കളറ് മാറും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വേകാനൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതാ ഇത്രേ ഉള്ളൂ, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, കാരണം നമ്മൾ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കോട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ വെറുതെ ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക്. ഇതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ റോളൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്